everyone, welcome to my YouTube channel Sandras World. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഡു ദ ഫ്രണ്ട് സ്പ്ലിറ്റ്സ് അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തായിരുന്നു ഇങ്ങനൊരു ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന്. സോ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാൻ എൻ്റെ ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. അത് ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്തിട്ടാണ് എൻ്റെ സ്പ്ലിറ്റ് ചെയ്തത്. സോ എക്സസൈസ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. സോ നമുക്ക് ഫസ്റ്റ് എക്സസൈസ് വെച്ച് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ വാമപ്പ് എക്സസൈസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നമ്മളതിൻ്റെ രണ്ട് ലെഗും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് മുട്ട് മടക്കാതെ ബോഡി ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്ത് കൊടുക്കുക. അതിന് ഫസ്റ്റ് ചെറുതായിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യാവുള്ളൂ, പിന്നെ പതുക്കെ നമ്മൾ ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യുക, നന്നായിട്ട് ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ കിടക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിരിക്കും നിങ്ങളെങ്ങനെ ലീൻ ചെയ്യണമെന്നുള്ളത്. ഇനി ഒരു കാലം മടക്കി വെച്ചിട്ട് അപ്പുറത്തെ കാലുകൾ ചെയ്യുക. അത് നമ്മൾ പതുക്കെ ആദ്യം ചെയ്യുക, എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നന്നായിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ഇത് വാമപ്പ് എക്സസൈസ് ചെയ്തിട്ട് സ്പ്ലിറ്റ്സിൻ്റെ എക്സസൈസ് ചെയ്യാവുള്ളൂ. നമ്മൾ ഫസ്റ്റ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് സ്പ്ലിറ്റിൽ നിന്നിട്ട് നമ്മുടെ ബോഡി ബെൻഡ് ചെയ്താൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് ലെഗ് ഇതേപോലെ എൽ ഷേപ്പിൽ വയ്ക്കുക, റൈറ്റ് ലെഗ്, ശേഷം ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് ഇതേപോലെ നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ പോലെ നിർത്തിയിട്ട് നമ്മുടെ ബോഡി ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പം അത് നമ്മൾ ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എത്ര സമയം വരെ നിൽക്കാൻ പറ്റുമോ അത്രയും സമയം വരെ നിൽക്കാം. പിന്നെ നമ്മുടെ മുട്ട് മടങ്ങരുത്, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രണ്ട് കാലിലും മാറ്റി ചെയ്യുക. അടുത്ത ചെയ്യാൻ പോകുന്ന എക്സസൈസ് ലോ ലൗഞ്ചാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് സ്പ്ലിറ്റ് നിൽക്കുക. ഹാഫ് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ കാല് ഇതേപോലെ പൊക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ മാക്സിമം ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ്സ് വെച്ച് നമ്മൾ ബാലൻസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കൈ പൊക്കിയിട്ട് കുറച്ച് സമയം ആ ഒരു പോസ് ഹോൾഡ് ചെയ്യുക. അത് അപ്പുറത്തെ കാലിലും ചെയ്ത് കൊടുക്കുക. നമ്മുടെ രണ്ട് കാലും അകത്തി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് സമയം കിടക്കുക. ഇത് നമ്മുടെ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്ത എക്സസൈസ് ഹാഫ് സ്പ്ലിറ്റിൽ ബെൻഡ് ചെയ്ത എക്സസൈസും, പിന്നെ നമ്മൾ ലോ ലൗഞ്ചിനകത്ത് നമ്മുടെ ബാക്കിലിരിക്കുന്ന ലെഗ് ഒന്ന് ഇതേപോലെ ഒന്ന് ബാക്കിലേക്ക് ഫുൾ ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഇതൊരു 20 ടൈംസ് ചെയ്യണം. ഇനി ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് സ്പീഡിൽ പോകരുത്. അങ്ങനെ സ്പീഡിൽ പോയാൽ നമ്മുടെ ബാലൻസ് പോകും. നമ്മളിത് രണ്ട് കാലിലും ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം മസിലൊന്ന് റിലാക്സ് ചെയ്യാൻ വയ്ക്കുക, അല്ലെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവും. അത് കുറച്ച് സമയം മസിലൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലൗഞ്ച് തന്നെയാണ്. ലോ ലൗഞ്ചിൽ നമ്മൾ ഹിപ്സ് നമ്മൾ തിരിച്ച് വയ്ക്കുക. അതായത് നമ്മുടെ ഹിപ്സിൻ്റെ ഭാഗം പോലെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമ്മുടെ ലെഗ്സ് മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. അതിനകത്ത് നമ്മൾ കൈ പൊക്കുക. അത് ഫസ്റ്റ് നമ്മൾ ഹാൻഡ്സ് വെച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് പിന്നെ വേണം നമ്മൾ കൈ പൊക്കിയിട്ട് നിൽക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ വീഴുന്ന പോലെ ഇതേപോലെ വീഴും. അത് അപ്പുറത്തെ കാലയിൽ കൂടെ ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സ്പ്ലിറ്റ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പറ്റുന്നില്ല, ഇതേപോലെ നമ്മൾ ഇങ്ങനെ പതുക്കെ പോകാവുള്ളൂ. നമ്മൾ ഇങ്ങനെ പതുക്കെ താഴെ തട്ടിച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കുക. എന്നിട്ട് ഇപ്പുറത്തെ കാലയിലൂടെ ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ കാലയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് നമ്മുടെ ഗുഡ് ലെഗും ബാഡ് ലെഗും. നമ്മളിതിനകത്ത് ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഗുഡ് ലെഗും ബാഡ് ലെഗും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഗുഡ് ലെഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിരിക്കും നമ്മുടെ ബാഡ് ലെഗിനെക്കാട്ടും. അത് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഗുഡ് ലെഗിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുക. പെട്ടെന്ന് വേണ്ട, സാവകാശം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ബാഡ് ലെഗിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈവനായിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് സ്പ്ലിറ്റ്സ് ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മൾ സ്പ്ലിറ്റ്സിൽ ഇരുന്നിട്ട് ഇവിടെ ഫ്രണ്ടിലെ ലെഗ് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് പതിയെ ഇരുന്ന് കൊടുക്കുക. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലവർക്ക് അവിടെ താഴെ ഇരിക്കും. അപ്പോൾ അങ്ങനെ താഴെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ടിലേക്ക് ഇതേപോലെ ലീൻ ചെയ്തിട്ട് കിടക്കുക. അപ്പം നമുക്ക് താഴോട്ട് ഇതേപോലെ കിടക്കാൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത വാമപ്പ് എക്സസൈസ് ഒന്നും കൂടെ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.